പുകയില, മദ്യ ഉപയോഗം സിനിമയിലും മറ്റ് മീഡിയകളിലും പ്രദർശിപ്പിക്കുമ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകണമെന്നതാണ് നിയമം. എന്നാൽ ഇത് ഏതു തരത്തിലെന്നത് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട്. ഏറ്റവും ഒടുവിലായി അരുന്ധതി റോയിയുടെ പുസ്തകം മദർ മേരി കംസ് ടു മീയുടെ വിൽപ്പന തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയ ഹർജിയിലും ഇതേ ആശയക്കുഴപ്പമുണ്ടായി. അരുന്ധതി റോയി പുകവലിക്കുന്ന ചിത്രങ്ങളടങ്ങിയ കവർ പേജിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമായിരുന്നു ഹർജി നൽകിയ അഡ്വക്കേറ്റ് രാജസിംഹം പറഞ്ഞത്. പുസ്തകത്തിൽ പുകവലി ചിത്രം ഉപയോഗിച്ചത് പ്രതീകാത്മകമായിട്ടാണെന്നും പുറംചട്ടയിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൗസും അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം, പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ് എന്നിവ നിരോധിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് കോഡ് പരിശോധിക്കുന്നത്. പുകയില, മദ്യപാന ഉപയോഗം കുറയ്ക്കുന്നതിനും പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് തടയുന്നതും ലക്ഷ്യമിടുന്ന 2003 സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് പരസ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉൽപ്പന്നങ്ങളുടെ പ്രചരണം നിയന്ത്രിക്കുക വഴി പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുക, പുകയില കമ്പനികൾ രാഷ്ട്രീയ, സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക എന്നിവയാണ് നിയമം ലക്ഷ്യമിടുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം, പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ് എന്നിവ പൂർണ്ണമായും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. ഏതെങ്കിലും മീഡിയയിൽ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാൽ ഇവയുടെ ഉപയോഗം മൂലമുള്ള ദോഷങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം പറയുന്നത്. സിഗരറ്റ് ഉൾപ്പെടെ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ അപകട മുന്നറിയിപ്പ് ചുവന്ന പ്രതലത്തിൽ വെളുത്ത നിറത്തിലാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. പുകയില ഉപേക്ഷിക്കാൻ വിളിക്കാം 1800112356 എന്നത് കറുത്ത പ്രതലത്തിൽ വെളുത്ത നിറത്തിലുള്ള അക്ഷരങ്ങളിൽ എഴുതണമെന്നും നിർദ്ദേശമുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണ്. നിയമം ലംഘിക്കുന്നവർക്ക് 2 വർഷം തടവും പിഴയും ലഭിക്കും. തുടർന്നുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷ വർദ്ധിക്കുകയും ചെയ്യും.